വർഷം 2008. സ്കൂളൊക്കെ വിട്ട് വീട്ടിലേക്ക് ഓടി വരുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് അമ്മയുണ്ടാക്കിയ ആ ചൂടുള്ള ഭക്ഷണവും ടിവിയിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ നറൂട്ടോയും. അന്ന് ആ ടി വി ഷോ കണ്ടു വളർന്ന നമ്മൾ അറിഞ്ഞില്ല, കാലങ്ങൾക്കപ്പുറം ആ സീരീസ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുമെന്ന്. ഫോർത്ത് ഹോക്കാഗി ആയിരുന്നിട്ട് കൂടി തന്റെ മകനു വേണ്ടി മരിക്കാൻ തയ്യാറായ മിനാറ്റോയും, വെറുപ്പിന്റെ മൂർധന്യത്തിൽ നിന്നുകൊണ്ട് പോലും നമ്മുടെയൊക്കെ കണ്ണും മനസ്സും നിറച്ച സബൂസയും, കാലങ്ങളോളം നമ്മൾ ചേർത്ത് പിടിച്ച ദേഷ്യവും വെറുപ്പുമൊക്കെ ആരാധനയാക്കി മാറ്റിയ ഇറ്റാച്ചിയും, തന്റെ യൗവനകാലം അത്രയും ഉള്ളിൽ കൊണ്ടു നടന്ന പക അത് അർത്ഥശൂന്യമായി പോയ സാസുകയും, മരിച്ചുപോയ തന്റെ പ്രണയിനിക്ക് വേണ്ടി ഒരു യുദ്ധം തന്നെ തുടങ്ങിവെച്ച ഒബീറ്റോയും, തനിക്കറിയാവുന്ന എല്ലാത്തിനെയും വെറുക്കാൻ ഒരു 100 കാരണങ്ങളുണ്ടായിട്ടും ജീവിച്ചു കാണിച്ചു തന്ന കക്കാശിയും, വളർത്തി വലുതാക്കിയവരുടെ കൈകൾ കൊണ്ട് തന്നെ മരിക്കേണ്ടി വന്ന